തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വൈകിട്ട്. ബംഗാളിൽ 42 സ്ഥാനാർത്ഥികളെന്നാണ് വിവരം. MP നുസ്രത് ജഹാൻ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല എന്നാണ് സൂചന. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മെഗാ റാലി തുടരുകയാണ്. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ. ആർക്കെ, TMC ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നതെന്ന് 100% ഉറപ്പിക്കാം. വങ്കനാടിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല എന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ വക്താക്കൾ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത്. ഇതനുസരിച്ച് 42 സ്ഥാനാർത്ഥികളെയും നിർത്താനായിട്ട് മമതാ ബാനർജി നിർദ്ദേശിച്ചു എന്ന് അറിയുന്നു. ആദ്യഘട്ട പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നുസ്രത് ജഹാൻ, അവർക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധത്തിലാണ് ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന റാലിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും മമതാ ബാനർജി തൊടുക്കുന്നുണ്ട്. രാജ്യത്ത് നിന്ന് മതനിരപേക്ഷത ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ BJPയെ തടയേണ്ടത് അനിവാര്യമാണ് എന്നതാണ് പ്രധാനമായിട്ടും മമതാ ബാനർജി പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രചരണ പരിപാടികൾ പശ്ചിമ ബംഗാളിൻ്റെ എല്ലാ മേഖലകളിലും BJP ഇപ്പോൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെ തടയിടുക എന്നുള്ള ലക്ഷ്യം കൂടി മമതാ ബാനർജിയുടെ ഇന്നത്തെ നിലപാടുകൾക്ക് ഉണ്ട്. 42 പേരെയും മത്സരിപ്പിക്കാൻ, 42 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രതികരണം ഇക്കാര്യത്തിൽ നിർണായകമാകും. ഓക്കെ. രാധാകൃഷ്ണൻ, ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അവരുടെ റാലി നടക്കുന്നു. അതിനിടയിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനമടക്കം അതങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.